മാതൃഭൂമി ന്യൂസ് ഇമ്പാക്ട് വിദേശത്ത് തൊഴിൽ വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ പ്രതികൾ അറസ്റ്റിലായിട്ടുണ്ട്. ഡോൾസി ജോസഫൈൻ, സജു മകൻ രോഹിത് സജു എന്നിവരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ മ്യൂസിയം പോലീസാണ് ഇരുവരെയും കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകാൻ അമൽ തേനംപറമ്പിലുണ്ട്. അമൽ, നമ്മൾ നൽകിയ വാർത്തയാണ്. വളരെ ഗൗരവത്തോടുകൂടി ഒരുപാട് പേരുടെ പരാതികൾ അത് റിപ്പോർട്ട് ചെയ്യുകയും അതീവ ഗൗരവത്തോടെ ഈ ഓഫീസിൻ്റെ പ്രവർത്തനമടക്കം ഇവർക്ക് വിദേശത്തേക്ക് ആളുകളെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യാൻ കഴിയില്ല എന്നടക്കം ഗുരുതരമായ സാഹചര്യങ്ങൾ വെളിച്ചത്തേക്ക് കൊണ്ടുവന്ന മാതൃഭൂമി ന്യൂസാണ്. അതിന് പിന്നാലെയാണ് ഈ അറസ്റ്റ് വരുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? പ്രതികൾ ഇപ്പോൾ എവിടെയുണ്ട്? ഇവരിൽ നിന്നും പണം, ഇത്രയും ആളുകളുടെ പണമാണ് പോയിരിക്കുന്നത്. വിവരങ്ങൾ പ്രജീഷ, നിരവധി യുവാക്കളെയും യുവതികളെയും എല്ലാം പറ്റിച്ച് നടന്നിരുന്ന ഒരാളുടെ അറസ്റ്റാണ് ഇന്നിപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മ്യൂസിയം പോലീസ് ഇന്ന് പുലർച്ചയോട് കൂടിയാണ് ഇവരുടെ സ്ഥാപനത്തിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ അറസ്റ്റ് ചെയ്തത്. ആ കെട്ടിടത്തിൻ്റെ ഉടമ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് അവിടേക്ക് എത്തിയത്. അവിടെ എത്തുമ്പോൾ ഇവർ അവിടെ നിന്നും കടന്നു കളയാനൊരു ശ്രമം നടത്തി. പിന്നീട് സിനിമാ സ്റ്റൈലിൽ ഒരു ചേസിങ്ങിലാണ് ഇവരെ പിടികൂടിയതെന്നാണ് പോലീസ് അടക്കം വ്യക്തമാക്കുന്നത്. നിലവിൽ എന്തായാലും മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഇരുവരെയും അവിടെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലുണ്ട്. വൈദ്യപരിശോധന അടക്കം പൂർത്തിയാക്കിയ ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ഒന്നും രണ്ടും ആളുകളെയല്ല, നിരവധി ആളുകളെ വിദേശത്തേക്കും കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് വിസ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയ ശേഷം പിന്നീട് നൽകിയില്ല എന്ന് മാത്രമല്ല, ആ പണം തിരികെ ചോദിക്കുമ്പോൾ വലിയ തോതിലുള്ള ഭീഷണിയും അവർ നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവർക്കെതിരെ സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിലുള്ള പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി എഫ്ഐആറുകൾ ഉണ്ടായി. ആ എഫ്ഐആറിൽ പറഞ്ഞതടക്കമുള്ള വിവരങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മാതൃഭൂമി ന്യൂസ് വാർത്ത അമൽ തേനംപറമ്പിലാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ ഗുരുതരമായിട്ടുള്ള ഒരു സാമ്പത്തിക തട്ടിപ്പിന്മേലാണ് മാതൃഭൂമി ന്യൂസിന്റെ വാർത്തയിൽ ഇപ്പോൾ ഇടപെടൽ വരികയും മാതൃഭൂമി ന്യൂസ് വാർത്തയിൽ അറസ്റ്റ് ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. തട്ടിപ്പിൽ ഇരയായിട്ടുള്ള രണ്ടുപേരാണ് ഇപ്പോൾ നമ്മോടൊപ്പം തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ ചേരുന്നത്. മഹേഷ് പരാതിക്കാരൻ, ഒപ്പം നിഷ പരാതിക്കാരി എന്നിവരാണ്. ശ്രീ മഹേഷ്, ഈ വാർത്തയിൽ മേൽ അന്ന് നിങ്ങൾക്ക് പറ്റിയ ബുദ്ധിമുട്ടുകൾ, നിങ്ങളുടെ പണം പോയ കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിച്ചു. നാടകീയമായിട്ട് പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ പണം തിരികെ കിട്ടുക എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതിൽ നിങ്ങൾക്ക് എന്താണ് പ്രതീക്ഷയുള്ളത്? പ്രതീക്ഷ എന്ന് പറയുമ്പോൾ ഇനി കോടതിയിലോട്ട് റിമാൻഡ് ചെയ്ത് അതിൽ എത്ര കാലം എടുക്കുമെന്നൊന്നും അറിയത്തില്ല. പൈസ തിരിച്ച് കിട്ടുമോ ഇല്ലേന്ന് വരെ ഇപ്പോഴും ഒരു സംശയമുണ്ട് നിലവിൽ. എന്താണ് ഇവരുടെ മൊത്തത്തിൽ ഇപ്പോൾ 21ഓളം എഫ്ഐആറുകൾ നിലവിൽ ആയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി എന്താണ് കോടതി ഇവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതെന്നും അറിയത്തില്ല. തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട്, കാരണം നിങ്ങൾ ബന്ധപ്പെടുമ്പോഴൊക്കെ പല പരാതികൾ നിങ്ങൾക്കെതിരെ എടുക്കുന്ന സമീപനമൊക്കെ ഉണ്ടായിരുന്നില്ല, അവർ അഭിഭാഷകർ മുഖേനയൊക്കെ തന്നെ. ഇനി കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരുപാട് പേരിൽ പണം വാങ്ങിയതായി പറയുന്നു, ഏകദേശം 5 കോടി വരെ. അപ്പോൾ മാത്രമല്ല, നിങ്ങൾ ഈ കൊടുത്ത പണത്തിന് രേഖകൾ കൃത്യമായി നിങ്ങളുടെ കൈവശമുണ്ടോ? ബാങ്ക് വഴിയൊക്കെ ആയിരുന്നോ പണം നൽകിയത്? ഞാൻ പണം കൊടുത്തത് ഇവരുടെ പട്ടം ബ്രാഞ്ചായ ഫെഡറൽ ബാങ്ക് അക്കൗണ്ടിലോട്ടാണ് ഞാൻ പണമെല്ലാം അയച്ചു കൊടുത്തത്. ആ ബാങ്കിൻ്റെ എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും വച്ചിട്ട് കഴിഞ്ഞ മാസമാണ് ഞാൻ മ്യൂസിയം സ്റ്റേഷനിൽ പരാതി കൊടുത്തത്. ഇന്നലെയും ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് ഈ കേസിനെ പറ്റിയുള്ള കാര്യങ്ങൾ അന്വേഷിച്ചായിരുന്നു. അപ്പോഴും അവർ പറയുന്നത് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. 2 ദിവസം മുന്നേ എരുമേലി സ്റ്റേഷനിൽ നിന്നും ഒരു പരാതിക്കാരൻ്റെ കേസ് അന്വേഷണ ഭാഗമായിട്ട് അവിടുത്തെ SI ഇവിടെ തെളിവെടുപ്പിനായി വന്നപ്പോഴും എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു. അവരുടെ വീടും ഒരു ഓഫീസും ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തായിരുന്നു. ഞാൻ കൊടുത്ത എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും മ്യൂസിയം സ്റ്റേഷനിൽ ഞാൻ ഹാജരാക്കിയിട്ടുണ്ട്. പണം കൊടുത്തതിനുള്ള ഞാൻ കൊടുത്ത 7 ലക്ഷം രൂപയുടെ സ്റ്റേറ്റ്മെൻറ്റും ഞാൻ മ്യൂസിയം സ്റ്റേഷനിൽ ഹാജരാക്കിയിട്ടുണ്ട്. ശരി, നിഷയിലേക്ക് കൂടി പോവുകയാണ്. നിഷ, ഈ പരാതിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേരുണ്ട്. നിങ്ങളൊക്കെ ഒത്തുചേരുമ്പോഴാണ് ഇത്രയും വലിയ വ്യാപകമായ തട്ടിപ്പാണോ എന്നറിയുന്നത്. ഓരോരുത്തരും പലയിടങ്ങളിലായി ഈ സോഷ്യൽ മീഡിയയൊക്കെ വഴി കണ്ട പരസ്യത്തിലൂടെയൊക്കെയാണ് നിങ്ങൾ സമീപിക്കുന്നത്. ഒരു സുഗന്ധവ്യഞ്ജന കയറ്റുമതിയുമായി ബന്ധപ്പെട്ട ഒരു ഓഫീസ്. അപ്പോൾ ഇവർക്ക് ഒരിക്കലും ഇങ്ങനെ വിദേശത്തേക്ക് ആളുകളെ കൊണ്ടുപോകാനുള്ള ലൈസൻസ് പോലും ഇല്ല. നോർക്ക അടക്കം അത് സ്ഥിരീകരിച്ചതാണ്. അപ്പോൾ തട്ടിപ്പിൽ നിന്ന് നിങ്ങൾ വന്നുപെട്ടത് തന്നെ വലിയൊരു ആപത്താണ്. ഇത്തരത്തിലുള്ള ആളുകളെ സൂക്ഷിക്കേണ്ടതിൻ്റെ ജാഗ്രത കുറവുണ്ടായിട്ടുണ്ട്. ഇനിയുള്ള നിങ്ങളുടെ പ്രതീക്ഷ ഏതാണ്? എന്തായാലും ഞങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ട് സാർ. ഇനിയിപ്പോൾ ഞങ്ങളുടെ ക്യാഷ് തിരിച്ച് കിട്ടുമെന്നാണ് ഞങ്ങൾക്കൊരു പേടിയായിട്ടിരിക്കുന്നത്. ഞാൻ വീട് പണയം വെച്ചും ഈ അടുത്ത ഓഗസ്റ്റിലാണ് ലാസ്റ്റ് പേയ്മെൻറ്റ് ഒരു 4 ലക്ഷം രൂപയും കൂടി നടത്തിയത്. മൊത്തം ഞാൻ 10,30,000 രൂപയാണ് കൊടുത്തിട്ടുള്ളത്. ഞങ്ങൾക്ക് ഈ ക്യാഷ് വീട് പണയം വെച്ചും ഇങ്ങനെയൊക്കെയാണ് കൊടുത്തത്. എനിക്കാണെങ്കിൽ ഇപ്പം ഞാനൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. എൻ്റെ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയുടെ ഹസ്ബൻഡ് ഇവരെ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇവരുമായിട്ട് ബന്ധപ്പെടുന്നത്. ഞാൻ കഴിഞ്ഞ ഒക്ടോബറിലാണ് ആദ്യമായിട്ട് ക്യാഷ് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പേയ്മെൻറ്റ് കഴിഞ്ഞ മാസമാണ് നടത്തിയത്. എൻ്റെ അടുത്ത് ഈ മാസം സെപ്റ്റംബറിൽ പോവാമെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഓരോ മാസം വിളിക്കുമ്പോൾ എൻ്റെ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്.
ഞാൻ ഓരോ പ്രാവശ്യം വിളിക്കുമ്പോഴേ ഇവർ നിഷ 10 ദിവസം 20 ദിവസം ഇങ്ങനെയൊക്കെ പറഞ്ഞു. ലാസ്റ്റ് കഴിഞ്ഞ മാസം 7-ാം തീയതി സ്റ്റാർബക്സിൽ വെച്ച് മീറ്റ് ചെയ്തു. അപ്പോഴും പറഞ്ഞു ഉടനെ പോവാം നിഷ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അല്ലാതെ ഒരു നടപടിയില്ല. ബയോമെട്രിക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഞങ്ങൾക്ക് ബാംഗ്ലൂർ പോയിട്ട്, അല്ലാതെ വേറെ ഒരു നടപടി എടുത്തിട്ടില്ല. ഇപ്പോൾ ഇത്രയും കടവും കടത്തിമേ കടത്തിലാണ്. ഇപ്പോൾ ലോൺ അടയ്ക്കാനും പറ്റാണ്ട് ഞങ്ങൾ എല്ലാവരും കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുന്നേയാണ് ഒരു 43 പേര് ബ്രൂക്ക്പോർട്ട് ട്രാവൽസിൽ വന്നത്. പരാതി നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരുന്ന ദിവസം ഈ ഡോൾസിയെ ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് ഒരു സ്വാഭാവികമായ ഡിലേ ഉണ്ടായിട്ടുണ്ട്, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്നലെ രാത്രിയുടെ മറവിൽ അവിടെ നിന്നും പ്രധാനപ്പെട്ട രേഖകൾ മാറ്റാനുള്ള ശ്രമമാണ് നടന്നത്. ആ ഓഫീസിനുള്ളിൽ അങ്ങനെയെങ്കിൽ എന്ത് രേഖകളായിരിക്കും? ഗുരുതരമായി ഈ തട്ടിപ്പിൻ്റെ പരിധിയിൽ ഒരുപാട് പേര് വരുമെന്നാണോ തോന്നുന്നത്? ഈ തട്ടിപ്പിനെതിരെ ഏകദേശം എൻ്റെ അറിവിൽ തന്നെ ഈ 43 പേരോളം ഇപ്പം നിലവിൽ നമ്മളെ ലിസ്റ്റിൽ തന്നെ ഉണ്ട്. അവർക്ക് ഏകദേശം 5 കോടി രൂപയാണ് നമ്മുടെ ഒരു കണക്കും പ്രകാരം നിലവിലുള്ളത്. ഇനിയും നിരവധി പേരുകൾ ഉണ്ടെന്നാണ് നമ്മൾ അറിയാൻ കഴിയുന്നത്. അതേപോലെ തന്നെ ഇവർ നമ്മളെ നല്ല എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു. ഇപ്പോൾ എനിക്കെതിരെ അവർ വീണ്ടും വേറൊരു പരാതി കൊടുത്തിരിക്കുകയാണ്. ഞാൻ അവരെ മീഡിയ വഴി അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് ഇവിടെ വഞ്ചൂർ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഹിയറിംഗ് നാളെയാണ് വച്ചിരിക്കുന്നത്, 3-ാം തീയതി നാളെയാണ് ആ കേസ് വെച്ചിരിക്കുന്നത്. അപ്പം മാനസികമായിട്ട് നമ്മളെ തളർത്തുക, നമ്മൾ ഈ കേസിൽ നിന്ന് പിന്മാറുക, നമ്മളെ പൈസ പോട്ടെ, അവർ രക്ഷപ്പെടട്ടെ എന്നാണ് ഈ കേസ്. ഈ ഒരു പാവപ്പെട്ട ഒരു ആളുടെ അമ്മാവൻ വരെ സൂയിസൈഡ് ചെയ്തു. കാരണം അവരുടെ വീട് ലോൺ വച്ചിട്ടാണ് പുള്ളിക്കാരൻ പൈസ കൊടുത്തത്. ആ വ്യക്തിയുടെ അമ്മാവൻ. അപ്പം ആ അമ്മാവൻ വരെ സൂയിസൈഡ് ചെയ്തു. അപ്പോൾ അവർ ആർക്കും ഇവർ എല്ലാവരെയും എന്നിട്ട് ഒരു കാൻഡിഡേറ്റിൻ്റെ പേര് സെക്ഷലായിട്ട് അവരുടെ ഫോണിൽ കൂടെ സംഭാഷണം ചെയ്തു എന്ന് പറഞ്ഞ് വനിതാ കമ്മീഷനിൽ പരാതി കൊടുത്തു. പലർക്കും വക്കീൽ നോട്ടീസുകൾ ഇങ്ങനെ ചുമ്മാ അയച്ചുകൊണ്ടിരിക്കുകയാണ്. മഹേഷ്, വളരെ ഗൗരവമേറിയ പ്രിയപ്പെട്ട പ്രേക്ഷകരെല്ലാവരും നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കൂടെ പോലെ ഒരുപാട് ഇത്തരത്തിലുള്ള ഈ വിദേശത്തേക്ക് കടത്തി കൊണ്ടുപോകാം, അങ്ങനെ സ്വപ്നം കണ്ട് തൊഴിൽ സ്വപ്നമായിട്ട് ഇറങ്ങുന്ന ആളിലൊക്കെ ഈ കെണിയിൽ വന്ന് വീഴേക്കാം. അപ്പോൾ നമ്മൾ ഇത് ഡീറ്റെയിൽസ് മനസ്സിലാക്കി നോർക്ക രജിസ്ട്രേഷനും അതിൻ്റെ പ്രോപ്പർ രജിസ്ട്രേഷനുള്ള സ്ഥാപനമാണോ എന്ന് ആദ്യം അന്വേഷിക്കണം എന്ന് ഒരിക്കൽ കൂടി ജാഗ്രതയോടെ ഓർമ്മപ്പെടുത്തുകയാണ്. നിഷ, ഇനി നിങ്ങൾ പരാതിക്കാരെല്ലാവരും കൂടെ ഈ സ്ഥാപനത്തിൻ്റെ അവിടെ എത്തുമ്പോഴാണ് ഇത്രയധികം തട്ടിപ്പുണ്ടാകുന്നു എന്നുള്ള കാര്യം പറയുന്നത്. ഇനി എന്താണ് അടുത്ത നീക്കം നിങ്ങളുടെ? സാർ, ഇനി അടുത്ത നീക്കം നിഷയോടാണ് ചോദ്യം. അടുത്ത നീക്കം എന്തെന്ന് വെച്ചാൽ സാർ, ഇതിന് നമുക്കൊരു പോംവഴി കണ്ടെത്തിയേ പറ്റുള്ളൂ. എന്തെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇത്രയും ക്യാഷും ഈ കാര്യങ്ങളൊക്കെ പോയിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഈ 10 ലക്ഷമൊക്കെ എങ്ങനെ വീട്ടാനെന്നുള്ള ഒരു ഇതുപോലും അറിഞ്ഞുകൂടാ സാർ. എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഇതും അറിഞ്ഞൂടാ. ഇന്നലെയും കൂടി എൻ്റെ വീട്ടിൽ നിന്ന് മാഡത്തിനെ വിളിച്ചപ്പം അവർ പറഞ്ഞ എന്തെന്ന് വെച്ചാൽ ഞാൻ ലോൺ എടുത്തതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കാനാണ് പറഞ്ഞത്. ഇന്ന് പോലീസ് സ്റ്റേഷനിൽ കണ്ടപ്പോഴും അവർ ഇങ്ങനെയാണ് പറയണത്, ഞാൻ ലോൺ എടുത്തതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അവർക്ക് കൊടുക്കുക എന്നാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വെച്ചുകൂടി അവർ പറയുന്നത്. എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു മാർഗവും അറിയത്തില്ല. എന്തായാലും ഇത്രയും ലോണും ഞങ്ങൾ ഈ ഒരു 43 പേരെ ഈ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുന്നെയാണ് കണ്ടത്. ഇത്രയും പേര് ഈ തട്ടിപ്പിന് ഇരയായെന്ന്. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നോ ഒന്നും അറിയാത്ത രീതിയിൽ. നിഷ, മഹേഷ്, എന്തായാലും പ്രതികൾ പിടിയിലായിട്ടുണ്ട്. ഇനി ലീഗലി നിങ്ങളെല്ലാം കൂടെ ആലോചിച്ച് ഇതിൻ്റെ നടപടികളുമായി അത് വേഗത്തിൽ ഇത്രയും ആക്കാമെങ്കിൽ അങ്ങനെ തന്നെ ആക്കുക. ഒപ്പം കെണിയിൽ ഇനിയും അകപ്പെടാതിരിക്കുക എന്ന് കൂടി അറിയിക്കുന്നു. വളരെയധികം നന്ദി നിങ്ങളുടെ പ്രതികരണം നൽകിയത്.